ഡി.കെ. ശിവകുമാർ കർണാടക മുഖ്യമന്ത്രിയായി അടുത്തയാഴ്ച സ്ഥാനമേൽക്കും. ഡൽഹിയിൽ നടന്ന മാരത്തോൺ ചർച്ചകൾക്കൊടുവിലാണ് ഹൈക്കമാൻഡ് തീരുമാനം വന്നത്. ഡി.കെ. ശിവകുമാർ കർണാടക മുഖ്യമന്ത്രിയാകും. അടുത്തയാഴ്ച സ്ഥാനമേൽക്കും. നിലവിൽ ഉപമുഖ്യമന്ത്രിയാണ് ഡി.കെ. ശിവകുമാർ. നിലവിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉടൻ രാജിവെക്കും. രാജ്യസഭാ സീറ്റ് നൽകി സിദ്ധരാമയ്യെ ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാനാണ് നീക്കം. മുഖ്യമന്ത്രി പദം ലഭിച്ചില്ലെങ്കിൽ എല്ലാ പദവികളും ഒഴിവാക്കുന്നതടക്കമുള്ള നടപടികൾ ആലോചനയിലുണ്ടെന്ന് ഡി.കെ. ശിവകുമാറിനെ അനുകൂലിക്കുന്നവർ പറഞ്ഞിരുന്നു. ജൂണിൽ രാജ്യസഭാ കാലാവധി അവസാനിക്കുന്ന പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ പേരും ചർച്ചകളിൽ സജീവമായിരുന്നു. സിദ്ധരാമയ്യ സർക്കാർ ഈ മാസം 3 വർഷം പൂർത്തിയാക്കിയിരുന്നു. 2023 മെയ് 20-നാണ് സിദ്ധരാമയ്യ അധികാരത്തിലേറിയത്. മുൻ ധാരണ പ്രകാരമാണ് ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം കൈമാറിയത്. അധികാര തർക്കത്തിന് ചർച്ചയിലൂടെ പരിഹാരം കണ്ടെത്താനായി ഇരു നേതാക്കളെയും കോൺഗ്രസ് ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു. മന്ത്രി കെ.ജെ. ജോർജിന്റെ വസതിയിലേക്ക് ഇവരെ വിളിപ്പിച്ച് എ.ഐ.സി.സി. അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കേരളത്തിലെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഇവർക്കൊപ്പമാണ് ഖർഗെ തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലെത്തിയത്. തുടർന്നാണ് ഹൈക്കമാൻഡ് ഇടപെടൽ. കഴിഞ്ഞ 3 വർഷമായി തുടരുന്ന നേതൃത്വ തർക്കത്തിന് അടിയന്തരമായി പരിഹാരം കാണണമെന്ന് സംസ്ഥാനത്തെ എം.എൽ.എമാർ ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഹൈക്കമാൻഡ് ചർച്ചകൾക്ക് വേഗം കൂട്ടിയത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 99. ഏവർക്കും എന്റെയും ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡിംഗ് മോളിന്റെയും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.